ഇതാണ് മാൻ ഫ്രീസിംഗ് ഡിവൈസ്. ഇത് പൊട്ടിത്തെറിച്ചാൽ അടുത്തുള്ള എല്ലാവരും ഫ്രീസ് ആയി പോകും. ഇതിന്റെ ടൈമറിൽ ഓരോ 10 മിനിറ്റിലും പൊട്ടിത്തെറിക്കാനുള്ള സമയം സെറ്റ് ചെയ്യൂ. എടാ മനസ്സിലായോടാ? മനസ്സിലായി ബോസ്, എല്ലാം മനസ്സിലായി. ബോസ് ഈ മിഷൻ ഉപയോഗിച്ച് ഞങ്ങളെ ഫ്രീസ് ആക്കാൻ വേണ്ടിയല്ലേ ഉദ്ദേശിക്കുന്നത്? പക്ഷെ ഒരു ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഫ്രീസ് ആകുമല്ലോ. പിന്നെ എന്തിനാണ് ബോസ് ഇത്രയധികം മിഷനുകൾ കൊണ്ടുവന്നിരിക്കുന്നത്? എടാ ഒറ്റപ്പല്ല, എടാ ഞാൻ നിങ്ങളുടെ അല്ല, ഫുർസത് ഗഞ്ചിലെ ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു ഡിവൈസ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ വീറിനെ എന്റെ കസ്റ്റഡിയിലേക്ക് തരാൻ ഞാൻ ടിവിയിലൂടെ ആവശ്യപ്പെടും. അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഫ്രീസ് ആക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. അപ്പോൾ പിന്നെ ആ പ്രേം സഹായിക്ക് ആ വീറിനെ എന്റെ ഈ കൈകളിലേക്ക് തന്നേ പറ്റൂ. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. എടാ ഇത്രയധികം ടിക് ടിക് ശബ്ദം എവിടുന്നാണ് വരുന്നത്? കുറെ ക്ലോക്കുകൾ ഒരുമിച്ച് ഓടുന്നത് പോലെ ഇല്ലേ? ബോസേ ബോസേ, ഇതാ മാൻ ഫ്രീസിംഗ് ഡിവൈസിൽ നിന്നാണ് വരുന്നത്. അത് ഓണായെന്നാ തോന്നുന്നത്. ആ റിമോട്ടിന്റെ ബട്ടൺ വേഗം ഓഫ് ചെയ്യടാ. ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ഉപദ്രവിക്കല്ലേടാ. അയ്യോ, പണി പാളിയെന്നാ തോന്നുന്നത് ബോസ്. റിമോട്ടിന്റെ ബട്ടൺ പൊട്ടിപ്പോയി ബോസ്. നീ പോയി ഫുർസത് ഗഞ്ചിൽ ഈ ഡിവൈസ് എല്ലാം വെച്ചിട്ട് വാടാ. ഇറങ്ങി പോടാ. ഫുർസത് ഗഞ്ചിൽ വിചിത്രമായ ഒരു ഡിവൈസ് പൊട്ടിത്തെറിച്ചു. അത് കാരണം അടുത്തുണ്ടായിരുന്ന മൃഗങ്ങൾ ഫ്രീസായി. ഭാഗ്യവശാൽ അവിടെ മനുഷ്യന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ചെയ്തയാൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഡോക്ടർ പ്രേം സഹായ്, എന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനെ മര്യാദയ്ക്ക് എനിക്ക് തന്നില്ലെങ്കിൽ ഓരോ 10 മിനിറ്റിലും ഓരോ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യും. അതിൽ നിങ്ങളുടെ നാട് വിറങ്ങലിച്ചു പോകും. തനിക്കെന്റെ ആളിനെ അറിയാമല്ലോ. അവൻ മാർക്കറ്റിൽ കറങ്ങി നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് അയാൾക്ക് കൊടുത്തേക്കൂ പ്രേം സഹായ്. ബൈ ബൈ. ആ മിസ്റ്റർ ചണ്ടയുടെ കാല് വലയിൽ നിന്ന് ഊരി വന്നില്ലായിരുന്നെങ്കിൽ ആ ഏലിയൻസ് എന്നെയും കൊണ്ടുപോയനെ. മുകളിലുള്ളവൻ കാത്തെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്നലെ രാത്രി ഒരു ഏലിയൻ ഷിപ്പ് വന്ന് ഫുർസത് ഗഞ്ചിലെ ചില ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി. നമ്മോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത് മിസ്റ്റർ ചഡ്ഡയാണ്. അദ്ദേഹത്തിന്റെ ധൈര്യം ഉപയോഗിച്ച് സ്വയം രക്ഷപ്പെടുകയും ഏലിയൻസിനെ ഇവിടെ നിന്നും ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവർ ഫുർസത് ഗഞ്ചിനെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോയേനെ. മിസ്റ്റർ ചഡ്ഡ ഇവിടുന്ന് ഏലിയൻസിനെ ഓടിച്ചെന്നോ? മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ പറയൂ, ഇന്നലെ രാത്രി എന്താണ് ഉണ്ടായത്? ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഞാനൊരു ഏലിയൻ സ്പേസ് ഷിപ്പ് കണ്ടു. ഞാൻ നോക്കുമ്പോൾ അവരൊരു വല വിരിച്ച് ചില ആളുകളെയൊക്കെ കുടുക്കി വലിച്ചഴച്ച് സ്പേസ് ഷിപ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്റെ വീടിനടുത്തുള്ള ഒരു കഴുത വരെ ആ വലയിൽ കുടുങ്ങിയായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഉടൻ തന്നെ ഞാൻ കുംഫു, കരാട്ടെ, കളരിപ്പയറ്റ്, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പുറത്തെടുത്തു. അങ്ങനെ ഞാൻ ആ ഏലിയൻസിനെയൊക്കെ പിടിച്ച് ഒരുപാട് തല്ലി ചതച്ചു. ഒടുവിൽ അവരെന്റെ കാലേല് വീണ് മാപ്പൊക്കെ ചോദിച്ചു. അയ്യോ സാറേ, ഞങ്ങളെയൊക്കെ വിട്ടേക്കൂ, ഞങ്ങൾ എല്ലാവരെയും തിരിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞത് കൊണ്ട് ഞാൻ സമ്മതിച്ചു. അവര് നേരെ സ്പേസ് ഷിപ്പിലേക്ക് പോയി ആദ്യം ആ കഴുതിയെ പുറത്തേക്ക് വിട്ടു. എന്നിട്ട് ഉടൻ തന്നെ ബാക്കി ആൾക്കാരുമായി സ്പേസ് ഷിപ്പും കൊണ്ട് മുങ്ങി. എനിക്കവരെ രക്ഷിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ എന്റെ കൺമുമ്പിലാ ഏലിയൻസ് മനുഷ്യന്മാരെ കൊണ്ടുപോയത്. ഇനി എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവരെ വെറുതെ വിടില്ല. ഇയാളെല്ലാവരെയും പറഞ്ഞു പറ്റിക്കുക. എന്തൊക്കെ കള്ളങ്ങളാ ചാനലിനകത്ത് കയറിയിരുന്ന് ഇങ്ങനെ വിളമ്പുന്നത്. ഇപ്പൊ തന്നെ പോയി കാലുമടക്കി ഒരു തൊഴി കൊടുക്കണം. അവിടെ കിടന്ന് പിള്ളേരെ പോലെ കരഞ്ഞോണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലക്കുമായിരുന്നു. എന്നിട്ട് TV കയറിയിരുന്ന് പറയുന്നത് കേട്ടില്ലേ? അപ്പൂപ്പ അവരിനിയും പിന്നെ ഇങ്ങോട്ട് വരുമോ? ആർക്കറിയാം. ഞാൻ എന്റെ റഡാറുകൾ മുഴുവനും ഓണാക്കിയിട്ടുണ്ട്. ഇനി അവരെങ്ങാനും ഭൂമിയുടെ എയർ സ്പേസിൽ പ്രവേശിച്ചാൽ എനിക്കത് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. വരൂ, നമുക്ക് പുറത്തു പോകാം. പുറത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് നോക്കാം. ആ വരൂ വരൂ, എനിക്ക് ആ ചണ്ടയ്ക്ക് കാലുമടക്കി തൊഴി കൊടുക്കണം. അതെ മിസ്റ്റർ ചഡ്ഡ, താങ്ക് യു.
അതെ ചഡ്ഡ സാറേ, നിങ്ങൾ ഇത്ര ധൈര്യശാലിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഏലിയൻസിനോടൊക്കെ ഏറ്റുമുട്ടണമെങ്കിൽ നല്ല ധൈര്യം തന്നെ വേണം. നിങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇതൊക്കെ എന്റെ കടമയല്ലേ. 3 cheers for Mr. Chadda. Hip hip hooray! 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 വീർ, നീ നിന്റെ അപ്പൂപ്പനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞേക്ക്. അതിന് സമയമായിട്ടില്ല. Jet shoes on. Jet shoes on. Jet shoes off. Jet shoes off. വേണ്ട വേണ്ട, ഓഫാക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഓഫാക്കരുത്, ഓഫാക്കരുത്. Wingsuit on. Wingsuit on. ഡോക്ടർ പ്രേം സഹായ്, വീറിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഈ ലാബ് മുഴുവൻ അല്പസമയത്തിനകം പൊട്ടിത്തെറിക്കും. മനസ്സിലായോ? ബൈ ബൈ ഡോക്ടർ പ്രേം സഹായ്. ബോസ് ബോസ്, എന്നെ കൂടി കൊണ്ടുപോ ബോസ്. വീർ, എത്രയും വേഗം ഇവിടുന്ന് പുറത്തു കിടന്നേ പറ്റൂ. ഇവിടെ മുഴുവനും പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. ദേ നോക്ക്, അപ്പൂപ്പൻ റോബോബോയെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. യേ! ഒട്ടും സമയമില്ല. നിങ്ങളെല്ലാവരും വേഗം എന്റെ സ്പേസ്ഷിപ്പിൽ കയറി ഇവിടുന്ന് പൊയ്ക്കോളൂ. അപ്പൂപ്പ, എന്റെ സ്പേസ്ഷിപ്പ് ഓട്ടോമാറ്റിക്കാ. അപ്പൂപ്പൻ വെറും സ്വിച്ച് ഓൺ ആക്കാനുള്ള ബട്ടൺ അമർത്തിയാ മതി. അത് തന്നെ നിങ്ങളെ ഫുർസത്ഗഞ്ചിലേക്ക് എത്തിച്ചോളും. ഓക്കേ റോബോ ബോയ്. ഇംലി എവിടെയാണ്? ഞാൻ ഇംലിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളൂ. Thanks, Veer. You are welcome, Emily. കാണുന്നില്ലല്ലോ, വീർ എവിടേക്കാ പോയത്? അവന്റെ ശക്തി എങ്ങാനും അധികമായി കഴിഞ്ഞാ അവൻ എന്നെ എളുപ്പം തോൽപ്പിക്കും. ഞാനും ആ മാന്ത്രികന്റെ അടുത്തേക്ക് പോയേ പറ്റൂ. എന്റെ പിറകിൽ വെച്ചിരിക്കുന്ന ജെറ്റ് പാക്കിന്റെ ഫ്ലെയിംസ് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലേ? ഇല്ല, അത് കാണുന്നില്ല അപ്പൂപ്പ. അപ്പൂപ്പൻ ജെറ്റ് പാക്ക് വെച്ച് ഇങ്ങനെ പറഞ്ഞോളൂ. ബണ്ടിതേ വന്നു. ശരി വീർ, എന്നെ തുടങ്ങിക്കോ. മഹാമാന്ത്രിക, ഇതാ പിടിച്ചോളൂ. എന്റെ പഴയ ശക്തികളെല്ലാം ഞാൻ പുറത്തെടുക്കാം. എനിക്കങ്ങ് പുതിയ ശക്തികൾ തരൂ. ഇതാ ചെല്ലു മകനെ, ഇന്നു മുതൽ നിന്റെ ശക്തി ഡബിളാണ്. താങ്ക് യു മഹാമാന്ത്രിക, താങ്ക് യു. ബണ്ടി, ഞാനിതാ വരുന്നു. മഹാമാന്ത്രികനായ അങ്ങേക്ക് എന്റെ പ്രണാമം. പ്രണാമം മകനെ. നീ ആരാണ്? നിനക്കെന്താണ് വേണ്ടത്? ഞാനൊരു ചെറിയ മാന്ത്രികനാ.
അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ മാന്ത്രിക ശക്തിയെ 2 ഇരട്ടിയാക്കാൻ ആഗ്രഹിക്കുന്നു. ശക്തി ഇരട്ടിപ്പിച്ച് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ആൾക്കാർക്കെല്ലാം നല്ല പണി കൊടുക്കും. അല്ലല്ല, ഞാൻ പറഞ്ഞത് ആൾക്കാരുടെ ബുദ്ധിമുട്ടൊക്കെ നീക്കി കളയുന്ന, എന്നിട്ട് അവർക്കൊക്കെ ഉപകാരം ചെയ്യും. എനിക്ക് സന്തോഷമായി. നീ ഞാൻ തരുന്ന ശക്തി കൊണ്ട് ആൾക്കാർക്ക് നല്ലത് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്കും ഡബിൾ ശക്തി തന്നേക്കാം. പക്ഷേ അതിനു മുമ്പ് പഴയ ശക്തി പുറത്തെടുക്കണം. എന്നാലേ എനിക്ക് ഡബിൾ പവറുള്ള പുതിയ ശക്തി നിനക്ക് തരാൻ പറ്റൂ. പക്ഷേ ശക്തി എങ്ങനെ ഞാൻ പുറത്തേക്ക് എടുക്കുക? അതെനിക്ക് അറിയില്ലല്ലോ. ഞാൻ പറയുന്ന പോലെ പറ. അകടം പകടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. എന്റെ ശക്തികൾ പുറത്തു വരട്ടെ. അകടം പകടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. എന്റെ ശക്തിയെല്ലാം പുറത്തു വരട്ടെ. അല്ല, ഇതെന്താ? നിങ്ങളെ കണ്ടിട്ട് അപ്പൂപ്പനെ പോലെ ഉണ്ടല്ലോ.